കർത്താവിനെ അവർ കല്ലറയിൽ നിന്നും മാറ്റിയിരിക്കുന്നു. എന്നാൽ അവനെ അവർ എവിടെ വെച്ചുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. കല്ലറയുടെ അടുത്തെത്തി. കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയിരുന്ന തൂവാല കച്ചയോടുകൂടെ അല്ലാതെ തനിച്ച് ഒരിടത്ത് ചുരുട്ടി വച്ചിരിക്കുന്നതും അവൻ കണ്ടു. പീലാത്തോസിൽ നിന്നും വിട്ടുകിട്ടിയ മൃതശരീരം പവിത്രമായി യഹൂദ ആചാരപ്രകാരം അടക്കിയെന്ന് 4 സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 6-7 വചനങ്ങൾ. അവൻ്റെ പിന്നാലെ വന്ന് ശിമയോൻ പത്രോസ് കല്ലറയിൽ പ്രവേശിച്ചു. കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയിരുന്ന തൂവാല കച്ചയോട് കൂടെയല്ലാതെ തനിച്ച് ഒരിടത്ത് ചുരുട്ടി വച്ചിരിക്കുന്നതും അവൻ കണ്ടു. അപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേൽ ഇരുന്നു. അവൻ്റെ രൂപം മിന്നൽ പിണർ പോലെ ആയിരുന്നു. വസ്ത്രം മഞ്ഞുപോലെ വെളുത്തതും അവനെക്കുറിച്ചുള്ള ഭയം നിമിത്തം കാവൽക്കാർ വിറപ്പുകൊണ്ട് മരിച്ചവരെ പോലായി. ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. അവൻ ഇവിടെയല്ല, താൻ അരുളി ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. പതിനാലടി നീളവും 4 അടി വീതിയുമുള്ള ലിനൻ ക്ലോത്ത് ഇന്ന് ഇറ്റലിയിലെ ടൂറിനിലുണ്ട്. 2010 അതിൻ്റെ എല്ലാവിധ ശാസ്ത്ര നിരീക്ഷണ പരീക്ഷണങ്ങൾക്കും ശേഷം പ്രിൻ്റ് എടുക്കാനായിട്ടുള്ള അനുമതി മാർപ്പാപ്പ നൽകുകയും അതിൻ്റെ ഏതാനും തനിപ്പകർപ്പുകൾ അന്ന് എടുക്കുകയും ചെയ്തു. അതിൽ ഒരു തനിപ്പകർപ്പാണ് ഭാഗ്യവശാൽ ദൈവാനുഗ്രഹം കൊണ്ട് ഇന്ത്യയിലേക്ക് PV ജോസഫ് പെരിങ്ങാരപ്പള്ളി അച്ഛൻ, അദ്ദേഹം MCVS സന്യാസ സമൂഹത്തിൽപ്പെട്ട ഒരു പ്രായം ആയ അച്ഛനാണ്. അദ്ദേഹം ഇറ്റലിയിലൊക്കെ അഗ്രോണമി പഠിച്ചതിൻ്റെ പരിചയത്തിലും ഈ തിരുക്കച്ചയെക്കുറിച്ച് നല്ല പഠനം ഉള്ളതുകൊണ്ടും ഒരു കോപ്പി എടുക്കാനായിട്ടുള്ള അവസരം അച്ഛന് ലഭിക്കുകയും അങ്ങനെ അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ജൂബിലി വർഷത്തോടനുബന്ധിച്ച് അമ്പലവയൽ സെൻറ്റ് മാർട്ടിൻ ദേവാലയത്തിൽ ഈ കച്ച പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. പതിനാലടി നീളവും 4 അടി വീതിയുമുള്ള ഒരു ലിനൻ ക്ലോത്തായിരുന്നു അത്. ഒപ്പം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈ കച്ച കൂടാതെ മുഖത്ത് ചുറ്റിയിരുന്ന ഒരു തൂവാല കൂടി ഉണ്ടായിരുന്നു. അത് ചുരുട്ടി മാറ്റി വെച്ചിരുന്നതായിട്ടും നമ്മൾ വായിക്കുന്നുണ്ട്. ചുരുട്ടി മാറ്റിവെച്ച കച്ച ഇന്ന് സ്പെയിനിലെ ഒവേദിയോ എന്ന് പറയുന്ന പള്ളിയിലുണ്ട്. ഒവേദിയോ സുതാര്യം എന്ന് പറഞ്ഞാൽ ലാറ്റിനിൽ മുഖത്തൂവാല എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഒരു തുണി വാങ്ങി അവനെ താഴെ ഇറക്കി അതിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയൊരുക്കിയ കല്ലറയിൽ അവനെ സംസ്കരിക്കുകയും കല്ലറയുടെ വാതിൽക്കൽ ഒരു കല്ല് ഉരുട്ടി വയ്ക്കുകയും ചെയ്തു. ഈശോയെ അവിടെ നിന്ന് കൊണ്ടുവരുന്നു, കാല് ആ ഭാഗത്ത് വെക്കുന്നു, പകുതി സ്ഥലത്തും ബാക്കി പകുതി ഭാഗം തലയിലൂടെ കാൽഭാഗത്തേക്ക് മടക്കിയാണ് യഹൂദ ആചാരപ്രകാരം ഈശോയെ അടക്കിക്കൊണ്ടിരുന്നത്. ഈ കച്ച ഇതിൻ്റെ ഒറിജിനൽ ഇന്ന് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഇറ്റലിയിലെ ടൂറിൻ പള്ളിയിലാണ്. വിശുദ്ധ യോഹന്നാൻ്റെ പള്ളിയാണത്. ടൂറിൻ പള്ളിയിൽ സൂക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് 1350 ചരിത്രത്തിൽ ഇത് രേഖപ്പെടുത്തതായിട്ട് കാണുന്നത്. ലിറേ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ പക്കൽ ഇത് ഉണ്ട് എന്ന്
അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുകയും പിന്നീട് അത് സഭയെ ഏൽപ്പിക്കുകയും ചെയ്തു. ഫ്രാൻസിലെ റൂവന്ന കത്തീഡ്രൽ ഇത് വെച്ചു. അതിനുശേഷം ഇറ്റലിയിലെ ടൂറിൻ പള്ളിയിൽ ഇത് വെക്കുകയും ചെയ്തു. അന്നു മുതൽ ഇന്ന് വരെ ടൂറിൻ പള്ളിയിൽ സൂക്ഷിച്ചതുകൊണ്ട് ടൂറിൻ കച്ച എന്നാണ് നമ്മളിതിനെപ്പറ്റി ചരിത്രത്തിൽ വായിക്കുമ്പോഴും നെറ്റിൽ നോക്കുമ്പോഴും ടൂറിൻ കച്ച എന്നാണ് അറിയപ്പെടുന്നത്. പീലാത്തോസിൻ്റെ അടുത്തെത്തി യേശുവിൻ്റെ ശരീരം ചോദിച്ചു. അവനത് താഴെ ഇറക്കി ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയൊരുക്കുകയും ആരെയും അന്നുവരെ സംസ്കരിച്ചിട്ടില്ലാത്തതുമായ ഒരു കല്ലറയിൽ വെച്ചു. അന്ന് ഒരുക്കത്തിൻ്റെ ദിവസമായിരുന്നു, സാബത്തിൻ്റെ ആരംഭവും ആയിരുന്നു. തോമാസ് ലിഹായെ പോലെ തൊട്ട് വിശ്വസിക്കുവാനും അനുഗ്രഹങ്ങൾ വാങ്ങിക്കുവാനും എനിക്ക് ഭാഗ്യം ലഭിച്ചു. അതോടൊപ്പം ഈ അമ്പലവയൽ ഇടവകയിലെ ഈ മാട്ടുപുണ്യവാളന്റെ അനുഗ്രഹം, ഒത്തിരി അനുഗ്രഹങ്ങൾ ഈ ദേവാലയത്തിൽ നടക്കാറുണ്ട്. ഈ അമ്പലവയൽ ഇടവകയ്ക്ക് എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഒന്ന് എത്താനും അത് പ്രസിദ്ധിയുടെ വഴിയിൽ ആളുകൾ കാണാനും വണങ്ങാനുള്ള ഒരു സാധ്യത ഉണ്ടായി എന്നുള്ളത് ദൈവം തന്നൊരു അനുഗ്രഹം എന്ന് മാത്രമേ അതിനെ വിശേഷിപ്പിക്കാൻ കഴിയുള്ളൂ. ശാസ്ത്ര നിരീക്ഷണങ്ങളും പഠനങ്ങളും ഒരു കാര്യം തെളിയിക്കുകയാണ്. ഈ 14 അടി നീളവും 4 അടി വീതിയുമുള്ള ഈ കച്ചയിലേക്ക് ചരിത്രവും സുവിശേഷവും ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളും എല്ലാം ഉത്ഥാനത്തിന് സാക്ഷികളായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെ മാറ്റ് കൂട്ടുവാനും ശാസ്ത്രീയ അടിത്തറ ഉറപ്പിച്ച് ഉത്ഥാനം നമുക്ക് വിശ്വസിക്കാനായിട്ടും സാധിക്കുന്നു എന്നത് വലിയ അനുഗ്രഹമാണ്. ബഹുമാനപ്പെട്ട പെരിങ്ങാരപ്പള്ളി അച്ഛൻ ജോസഫ് അച്ഛൻ മെയ് മാസം പകുതി വരെയാണ് നമുക്ക് അനുവദിച്ചിരിക്കുന്നത്. അതുവരെ ഈ ദേവാലയത്തിൽ ഇത് ഇവിടെ ഉണ്ടാകും. അതേസമയം മറ്റ് ദേവാലയങ്ങളിലേക്ക് വൈദികർ ഉത്തരവാദിത്തപ്പെട്ടവർ ആവശ്യപ്പെട്ടാൽ സമയം അനുവദിക്കുന്നതനുസരിച്ച് അവിടേക്ക് ഞങ്ങൾ വരുന്നതുമാണ്.